അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അടുത്ത എൻ്റെ പണിയെന്ന് പറയുന്നത് ഇതുപോലെ ക്ലീനിങ് ഒക്കെയാണ്. അപ്പോൾ ഞാനിത് ഇന്ന് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയതിന് ശേഷം പിന്നെ ഇതാ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ള കളർ കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല കുറച്ച് അഴുക്ക് പറ്റിയാൽ മതി, അത് തുടച്ചെടുത്തില്ലെങ്കിൽ അത് അവിടെ കറ പറ്റിയിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് ഈ വെള്ള കൗണ്ടർ ടോപ്പ് ഇവിടെ ഇടണ്ടായിരുന്നു എന്ന്, കാരണം ഇത് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. പക്ഷേ ഇത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാധാരണ ഈ കളറുള്ള കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ കൗണ്ടർ ടോപ്പ് തിരഞ്ഞെടുത്തത് കേട്ടോ, ഈ വെള്ള കളറ്. അതിനുശേഷം ഇതാ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മുടെ ഹാളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. അങ്ങനെ ഇതാ നമ്മുടെ ഹാളൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഇതോടെ നമ്മുടെ ഡോഗിനൊന്നും ഞാനിന്ന് ഫുഡ് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വന്ന ഡോഗാണ്, എവിടെ നിന്നോ വന്ന ഡോഗാണ്. അപ്പോൾ ഇത് വന്ന് കയറിയിട്ട് എനിക്ക് തോന്നുന്നു 1 മാസം എങ്ങാണ്ടായി കേട്ടോ. ഫുഡ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറത്തേ ഇല്ല, ഇതുപോലെ വാലാട്ടി കാണിച്ചുകൊണ്ടിരിക്കുകയെ. അപ്പം പാവം കരുതി ചോറൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ വീട്ടിൽ വരുന്നവരൊക്കെ പറയും വന്ന് കയറുന്ന ഡോഗ് നല്ലതല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ വാങ്ങിക്കുന്ന ഡോഗല്ല, പുറത്തുനിന്ന് ഇതുപോലെ വരുന്ന ഡോഗൊന്നും നല്ലതല്ല, നമ്മുടെ വീട്ടിന് ദോഷമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫുഡൊന്നും വെച്ച് കൊടുക്കേണ്ട, അതിനെ ഓട്ടിച്ച് വിട് എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ പൂച്ച വന്ന് കയറുന്നത് നല്ലതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏട്ടൻ പറയും, ഓ മിണ്ടാപ്രാണിയല്ലേ, നീ അങ്ങ് ഫുഡ് വെച്ച് കൊടുക്ക്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോണില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ചോറൊക്കെ അതിന് വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതാ അമ്മ ഇതാ ചെടിക്ക് വെള്ളമൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലാസ് ചെടിയൊക്കെ നല്ലതുപോലെ പൂത്തിട്ടുണ്ടേ. എനിക്കിത് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, മനസ്സിനെന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ, ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിതാ വീടൊക്കെ ഒന്ന് തൂത്തിടുകയാണേ. അപ്പോൾ അമ്മ പറഞ്ഞു എന്നോട് തൂത്തിടാൻ പറഞ്ഞു, അമ്മ തുടച്ചിടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ വീട് മൊത്തം ഒന്ന് തൂത്തിടുകയാണേ. അപ്പോൾ വെള്ള ടൈൽസ് ആയതുകൊണ്ട് എന്നും തുടച്ചില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ, എപ്പോഴും എന്തെങ്കിലും കറ കാണും. അപ്പോൾ പെട്ടെന്ന് എടുത്ത് കാണിക്കും പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഞാനിതാ വീട് മൊത്തം തൂത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കി പണി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.